കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പിൽ പാർട്ടിയും നേതാക്കളും പ്രതികളായതോടെ മുഖം രക്ഷിക്കാൻ ജനകീയ പ്രതിഷേധ റാലിയുമായി CPM. തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ പ്രതിഷേധം പോളിറ്റ് ബ്യൂറോ അംഗം A. വിജയരാഘവൻ ഉദ്ഘാടനം ചെയ്തു. ജയിലിനെ പേടിച്ച് കൊടി താഴെ വെച്ച പാർട്ടിയല്ല CPM എന്നായിരുന്നു വിജയരാഘവന്റെ വാക്കുകൾ. അതേസമയം കരുവന്നൂരിലെ ഇടത് കൊള്ള തുറന്നുകാട്ടാൻ BJPയുടെ രാഷ്ട്രീയ വിശദീകരണ യോഗവും ഇന്ന് വൈകുന്നേരം നടക്കും. BJP സംസ്ഥാന ഉപാധ്യക്ഷ ശോഭാ സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും. സാനു കെ സജീവ ചേർന്നുണ്ട വിവരങ്ങളുമായി. സാനു, മുഖം രക്ഷിക്കാനാണ് CPMന്റെ ശ്രമം. അതിനായി പ്രതിഷേധ മാർച്ച് ഉൾപ്പെടെയുള്ളവ നടത്തുന്നുണ്ട്. എന്നിരുന്നാൽ കൂടിയും EDയുടെ കുരുക്കിൽപ്പെട്ട CPM കനത്ത പ്രതിരോധത്തിൽ തന്നെയാണുള്ളത്. കരുവന്നൂർ ബാങ്ക് തട്ടിപ്പിൽ CPMലെ മുതിർന്ന നേതാക്കളടക്കം പ്രതികളാകുന്ന സാഹചര്യം തന്നെയാണുള്ളത്. എന്നിരുന്നാൽ കൂടിയും ഇനി എത്രത്തോളം ന്യായീകരണം പുറത്തിറക്കിയാലും CPM പ്രതിരോധത്തിൽ തന്നെയല്ലേ? വിഷ്ണു, തീർച്ചയായിട്ടും കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് EDയുടെ രണ്ടാം ഘട്ട കുറ്റപത്രം കൊടുത്തതിന് പിന്നാലെ സമാനതകളില്ലാത്ത പ്രതിസന്ധിയിലേക്ക് CPIM മാറി എന്ന് തന്നെ വേണം കരുതാനായിട്ട്. അല്ലെങ്കിൽ അത്തരത്തിലൊരു മാറ്റം ഉണ്ടായതിനെ തുടർന്നാണ് പ്രതിരോധത്തിന്റെ മാർഗത്തിലേക്ക് പാർട്ടി മാറിയിരിക്കുന്നത്. എന്തായാലും ഇന്ന് CPMന്റെ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഒരു പ്രതിരോധ റാലി തൃശ്ശൂരിൽ സംഘടിപ്പിച്ചിരുന്നു. CPMന്റെ സമുന്നതനായിട്ടുള്ള നേതാവായിട്ടുള്ള A. വിജയരാഘവൻ തന്നെ, തലമുതിർന്ന നേതാവായിട്ടുള്ള A. വിജയരാഘവൻ തന്നെ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന അല്ലെങ്കിൽ അണികൾക്ക് ആവേശം നൽകുന്ന പ്രസംഗമൊക്കെ ആയിട്ട് A. വിജയരാഘവൻ തന്നെ രംഗത്തേക്ക് ഇറങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്തായാലും ഈ പാർട്ടി തന്നെ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പാർട്ടി തന്നെ ഈ കേസിലെ പ്രതിയാവുന്ന ഒരു സാഹചര്യം ഉണ്ടായതോടുകൂടിയാണ് CPM പല്ലും നഖവും ഉപയോഗിച്ചുകൊണ്ട് പ്രതിരോധം തീർക്കുന്നതിന് വേണ്ടിയിട്ട് ഈ അണികളെ അടക്കം ഈ തെരുവിലേക്ക് ഇറക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. എന്തായാലും ഇന്ന് നടത്തിയിട്ടുള്ള പ്രസംഗത്തിൽ തന്നെ പാർട്ടിക്ക് ഇതിൽ യാതൊരു പങ്കുമില്ല, പാർട്ടി ഇതൊന്നും ചെയ്തിട്ടില്ല, സാധാരണക്കാരായിട്ടുള്ളവരുടെ പണം സാധാരണക്കാരിലേക്ക് തന്നെ ഈ സഹകരണ സംഘങ്ങൾ വഴി തിരിച്ചു കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടപെടൽ മാത്രമാണ് പാർട്ടി നടത്തിയതെന്നാണ് വിജയരാഘവൻ അണികളോട് പറഞ്ഞിട്ടുള്ളത്. എന്തായാലും അങ്ങനെയൊന്നുമല്ല കാര്യങ്ങളെന്നാണ് EDയുടെ കണ്ടെത്തലിലുള്ളത്. അതായത് കഴിഞ്ഞ 10 വർഷക്കാലം എം വർഗീസും അതേപോലെ തന്നെ AC മൊയ്തീനും K. രാധാകൃഷ്ണനും അടക്കം CPIMന്റെ ജില്ലാ സെക്രട്ടറിമാരായിരുന്ന കാലഘട്ടത്തിൽ വലിയ ഒരു കൊള്ളയാണ് സഹകരണ ബാങ്കിന് കീഴിൽ കരുവന്നൂരിൽ കേട്ടുകഴിവില്ലാത്ത കൊള്ളയാണ് നടന്നിട്ടുള്ളതെന്നാണ് ED കണ്ടെത്തിയിട്ടുള്ളത്. അതായത് ഈ വ്യാജ അക്കൗണ്ടുകൾ വഴി അല്ലെ വ്യാജ ലോണുകൾ തരപ്പെടുത്തി കൊടുത്തതിന് പാരിതോഷികമായിട്ട് പാർട്ടി അക്കൗണ്ടുകളിലേക്ക് കോടാനുകോടി എത്തി എന്നുള്ള ഒരു കണ്ടെത്തലും ED നടത്തിയിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ ഉന്നത നേതാക്കളിലേക്ക് ED എത്തപ്പെട്ട സാഹചര്യത്തിലാണ് പ്രതിരോധം എന്നുള്ളൊരു നിലയിലേക്ക് CPIM എത്തിയിട്ടുള്ളത്. എന്തായാലും വരും ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കൂടുതൽ നടപടികൾ EDയുടെയും ഭാഗത്തു നിന്നുണ്ടാകുമെന്നുള്ള കാര്യം ഉറപ്പാണ്. അതിന് മുന്നോടിയായിട്ട് തന്നെ പല്ലും നഖവും ഉപയോഗിച്ച് ഏത് വിധേനയും ഇതിനെ ചെറുക്കുക എന്നുള്ള നടപടികളിലേക്ക് പാർട്ടി നീങ്ങുന്നു എന്നുള്ളതിന്റെ ഉദാഹരണമാണ് തൃശ്ശൂരിൽ നിന്ന് നമ്മൾക്ക് അല്പസമയം മുന്നേ കാണാൻ സാധിച്ചത്. എന്തായാലും ഈ കരുവന്നൂർ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് BJPയുടെ ഒരു രാഷ്ട്രീയ വിശദീകരണ യോഗം ഇന്ന് ഉച്ചയ്ക്ക് ശേഷം വൈകുന്നേരം തൃശ്ശൂരിൽ നടക്കും. BJPയുടെ സംസ്ഥാന ഉപാധ്യക്ഷയായിട്ടുള്ള ശോഭാ സുരേന്ദ്രനാണ് ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് BJP പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, എന്താണോ ഈ തട്ടിപ്പിനിരയായവർക്ക് തങ്ങൾ നടത്തിയിട്ടുള്ള ഒരു വാക്ക് നൽകിയിരുന്നു, ആ വാക്ക് തങ്ങൾ പാലിച്ചു. അത്തരം കാര്യങ്ങൾ വിശദീകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്ന് വൈകുന്നേരം ഇത്തരത്തിലുള്ള ഒരു വിശദീകരണ യോഗം, രാഷ്ട്രീയ വിശദീകരണ യോഗം നടക്കുന്നതെന്നാണ് BJP വ്യക്തമാക്കിയിട്ടുള്ളത്. എന്തായാലും ഈ കേസിന്റെ മെറിറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ രാജ്യത്തെ ചരിത്രത്തിൽ തന്നെ നോക്കിക്കഴിഞ്ഞാൽ ഒരു പാർട്ടി കുംഭകോണത്തിന്റെ പേരിൽ അല്ല കൊള്ള നടത്തിയതിന്റെ പേരിൽ, ബാങ്കിലെ പണം കൊള്ളയടിച്ചതിന്റെ പേരിൽ ആദ്യമായിട്ടാണ് ഒരു രാഷ്ട്രീയ പാർട്ടി EDയുടെ റഡാറിലേക്ക് വരുന്ന അല്ലെങ്കിൽ EDയുടെ പ്രതിപട്ടികയിലേക്ക് വരുന്ന ഒരു സാഹചര്യം ഉണ്ടാവുന്നത്. ഇതിനു മുൻപേ ഡൽഹിയിലെ മദ്യനയ അഴിമതി കേസിൽ ആം ആദ്മി പാർട്ടിയും സമാന നിലയിൽ തന്നെ EDയുടെ പ്രതിപട്ടികയിൽ വന്നെങ്കിലും ഇത്തരത്തിലുള്ള ഒരു രാഷ്ട്രീയ പ്രതിരോധത്തിലേക്ക് ആം ആദ്മി പാർട്ടി പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. എന്തായാലും പാർട്ടി പ്രതിരോധത്തിലായി, പാർട്ടി പ്രതിപട്ടികയിൽ എത്തിയതോടുകൂടി ഏത് വിധേനെ ചെറുക്കുക എന്നുള്ള നിലയിലേക്ക് CPM സംവിധാനങ്ങൾ മാറിയിരിക്കുന്നു. വരാനിരിക്കുന്ന ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ്, ഉപതെരഞ്ഞെടുപ്പുകൾ അടക്കം പടിവാതിക്കൽ മുഖം രക്ഷിക്കാനുള്ള നീക്കങ്ങൾ തന്നെയാണ് CPMന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. സാനുവാണ് വിവരങ്ങൾ നൽകിയത്.